ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മിനിയമ്മ മിനി. ഞാനിപ്പോൾ വന്നത് ഒരു ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയാനാട്ടോ. ഞാൻ താമസിക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കൂവേക്കുന്ന്, അതായത് ഇടവെട്ടി പഞ്ചായത്തിൻ്റെ നടയം വാർഡ് എന്ന് പറഞ്ഞാൽ 4-ാം വാർഡിൽ താമസിക്കുന്നു. ഈ തവണ ഞങ്ങൾക്ക് ഒരു ഓണക്കളി, അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ഓർമ്മകളുള്ള ഒരു ദിവസം തന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീമാൻ മുജീബ് മെമ്പറോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഈ വേദി ഒരുക്കി തന്ന സുമേഷ്, അതായത് സ്ഥലവും സൗകര്യവും ഒരുക്കി തന്ന സുമേഷ്, ടോം കല്ലറയ്ക്കൽ, ജോസ് കുറ്റിപർച്ചാലിൽ, അതിൻ്റെ വൈഫ് റിഞ്ചി, അമ്മ മേരി, എല്ലാവരും ഇതിന് അണിയറ പ്രവർത്തകരായിട്ട് നിന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? പഴയകാല ഓർമ്മകളാണ് ഈ തവണ നമുക്ക് കിട്ടിയത്. എന്തെല്ലാം കൊടുത്താലും അതിലുപരി എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ടാവില്ല. അത്രത്തോളം എത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ നല്ലൊരു ആഘോഷമായി തന്നെ അത് കൊണ്ടാടി. വളരെ രസകരമായിട്ട്, വളരെ രസകരമായിട്ട് അത് നടത്തി തന്ന മുജീബ് മെമ്പർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. ഇതിനകത്ത് നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നത് ജോൺ ജോസഫ്, അതായത് മുൻ MLA PJ ജോസഫ് സാറിൻ്റെ മകൻ. അപ്പോൾ അവരുടെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതിനൊരു ഇൻട്രോ കൊടുത്താവണം ഇതിടാൻ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താ എന്ന് തോന്നൂലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകുന്നേരം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ മുടക്കത്താനം കുട്ടികളുടെ പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇപ്പോൾ നമ്മളെ ജോൺ ജോസഫിനെ സ്വാഗതം ചെയ്യുന്ന വീഡിയോ ഇടാം. കാരണം എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തെ ഇത്ര മിനിറ്റില്ലേ, അത് കടന്നു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നാളെ വേറെ വീഡിയോ. ഇതിൻ്റെ ബാലൻസ് നിങ്ങൾ കാണണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. ശുചീകരണം കഴിഞ്ഞ വേനലിന് ശേഷം, വേനൽ സമയത്ത് തുറന്നുവിട്ട ഘട്ടത്തില് വിവിധ സംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള്, പഞ്ചായത്ത് മെമ്പർമാര്, വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തില് ഞാൻ വന്നപ്പം ഞാനൊരു ചെറിയ പരിപാടി പ്രതീക്ഷിച്ചാവുന്നത്. വന്നപ്പോ ഒരു വലിയ പെരുന്നാളിന്റെ